ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ പുസ്തകങ്ങളെയും ആഴത്തിൽ അറിയാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടിവിയുടെ മാന്യപ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. മക്കബായരുടെ ചരിത്രത്തിലൂടെ ഒരു തീർത്ഥാടനം നടത്തുകയാണ് നമ്മൾ. മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ 9 അധ്യായങ്ങൾ ഇതിനകം നമ്മൾ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. 10-ാം അധ്യായത്തിൻ്റെ ഒരു ആമുഖം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഹ്രസ്വമായി ഒന്ന് ആവർത്തിക്കാം. രാഷ്ട്ര തലത്തിൽ ഒരു മാറ്റം സംഭവിക്കുകയാണ്. സെലൂക്യ സിംഹാസനത്തിന് 2 അവകാശികളുണ്ടാവുന്ന ഒരു കാലം. ഇതുവരെ നമുക്കറിയാം സെലൂക്യരുടെ സിംഹാസനത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ദെമിത്രിയൂസ് ഒന്നാമൻ എന്ന രാജാവാണ്. പക്ഷേ ഇപ്പോഴിതാ മറ്റൊരാൾ കൂടി അവകാശിയായി കടന്നു വരുന്നു. അയാളുടെ പേര് അലക്സാണ്ടർ ബേലാസ് അഥവാ അലക്സാണ്ടർ എപ്പിഫാനസ് എന്നാണ്. ഇദ്ദേഹം അവകാശപ്പെടുന്നത് അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ പുത്രപരമ്പരയിൽ ഉള്ള ആളാണ് താൻ എന്നാണ്. ഏതായാലും ഈ പുതുതായി വന്ന അലക്സാണ്ടർ എപ്പിഫാനസിന് അക്കാലത്ത് ഒരു വലിയ സാമ്രാജ്യമായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരുന്ന റോമായുടെ സെനറ്റിൻ്റെ അംഗീകാരമുണ്ട്. അവരുടെ സാക്ഷ്യപത്രവുമായിട്ടാണ് അലക്സാണ്ടർ എന്ന പുതിയ രാജാവ് ഉദയം ചെയ്ത് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ദേശീയ തലത്തിൽ 2 രാജാക്കന്മാരുണ്ടാവുകയാണ്. ഒരാൾ ദെമിത്രിയൂസ്, മറ്റേയാൾ അലക്സാണ്ടർ എപ്പിഫാനസ് എന്ന അലക്സാണ്ടർ ബേലാസ്. ഇനി ഈ 2 പേരും തമ്മിലുള്ള അധികാര തർക്കങ്ങളും അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള വടംവലികളുടെയും കാലമാണ്. സ്വാഭാവികമായും ഈ 2 പേരും അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ തങ്ങളുടെ കൂടേക്ക് പ്രമാണികളായ ഏറ്റവും അധികം ആളുകളെ ചേർത്ത് നിർത്താൻ അവർ ശ്രമിക്കും. അതിനുവേണ്ടിയുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാൻ അവർ ശ്രമിക്കും. ഇത് മക്കബായരുടെ നേതാവായ ജോനാഥാൻ ഒരു വലിയ അവസരമായി കണ്ട് അതിനെ ഉപയോഗപ്പെടുത്തുകയാണ്. ഇക്കാര്യങ്ങളാണ് 10-ാം അധ്യായത്തിൽ പ്രധാനമായിട്ടും നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങൾ. നമുക്ക് ആദ്യമായി തന്നെ ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കം ഒന്ന് പരിശോധിക്കാം. 10-ാം അധ്യായത്തിൻ്റെ 1-2 തിരുവചനങ്ങൾ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തെ ഹ്രസ്വമായി അവതരിപ്പിക്കുകയാണ്. 10-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ ദെമിത്രിയൂസ് എന്ന രാജാവ് ജോനാഥാനും മക്കബായർക്കും നൽകുന്ന വാഗ്ദാനങ്ങളും അതുമായി ബന്ധപ്പെട്ട നടപടികളും എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്നു. 10-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളിൽ അലക്സാണ്ടർ എപ്പിഫാനസ് എന്ന പുതിയ രാജാവ് ഇതുപോലെ ജോനാഥനും മക്കബായർക്കും നൽകുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്നു. 10-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 45 വരെയുള്ള തിരുവചന ഭാഗത്ത് വീണ്ടും ദെമിത്രിയൂസ് രാജാവ് ജോനാഥാനും മക്കബായർക്കും നൽകുന്ന കൂടുതൽ വാഗ്ദാനങ്ങളുടെ കഥകൾ പറയുന്നു. 10-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 66 വരെയുള്ള തിരുവചനങ്ങളിൽ ജോനാഥാനും മക്കബായരും അലക്സാണ്ടറുമായി ഏർപ്പെടുന്ന സഖ്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു.
ഏറ്റവും ഒടുവിൽ 10-ാം അധ്യായത്തിൻ്റെ 67 മുതൽ 89 വരെയുള്ള വചനഭാഗത്ത് ദെമിത്രിയൂസ് രണ്ടാമന് മേൽ നേടുന്ന ഒരു സൈനിക വിജയത്തിൻ്റെ കഥ കൂടി പറയുന്നു. അങ്ങനെയാണ് വളരെ ദൈർഘ്യമേറിയ ഈ അധ്യായം അവസാനിക്കുന്നത്. 89 വാക്യങ്ങൾ അടങ്ങിയ ദൈർഘ്യമേറിയ ഒരു അധ്യായമാണ് ഇത്. നമുക്കിതിലെ ആദ്യ ഭാഗം ഒന്ന് വായിക്കാം. പുതിയ രാഷ്ട്രീയ സാഹചര്യം എന്ത് എന്ന് വ്യക്തമാക്കുന്ന മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 10-ാം അധ്യായം 1-2 തിരുവചനങ്ങളാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. സാധ്യമെങ്കിൽ ഈ സമയം നിങ്ങളും എൻ്റെ കൂടെ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കുന്നത് നല്ലതാണ്. നമുക്ക് ഒരുമിച്ച് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി മുൻപോട്ട് പോകാൻ സാധിക്കും. 160-ാം ആണ്ടിൽ അന്തിയോക്കസിൻ്റെ പുത്രൻ അലക്സാണ്ടർ എപ്പിഫാനസ് വന്ന് ടോളമായിസ് കൈവശപ്പെടുത്തി. അവർ അവന് സ്വാഗതമരുളി. അവൻ ഭരണവും തുടങ്ങി. ദെമിത്രിയൂസ് രാജാവ് ഇത് കേട്ട് വലിയൊരു സൈന്യവുമായി അവനെതിരെ ചെന്നു. അപ്പോൾ ഒരു ഭരണമാറ്റത്തിന് കാഹളം മുഴങ്ങുന്നു. ദെമിത്രിയൂസ് രാജാവിൻ്റെ കിരാത നടപടികളിൽ അക്കാലത്ത് ജനം രോഷാകുലരായിരുന്നു. അപ്പോഴാണ് അലക്സാണ്ടർ എപ്പിഫാനസ് എന്ന പുതിയ രാജാവ് ഉദയം ചെയ്യുന്നത്. അതുകൊണ്ട് അവർ ഈ അലക്സാണ്ടർ എപ്പിഫാനസ് എന്ന രാജാവിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഈ പുതിയ രാജാവിൽ അലക്സാണ്ടർ എപ്പിഫാനസിൽ അവർ തങ്ങളുടെ രക്ഷകനെ കാണുകയാണ്. പക്ഷെ സ്വാഭാവികമായും നമുക്കറിയാം, ഒരു രാജാവ്, ദെമിത്രിയൂസ് രാജാവ് ഭരണം നടത്തുമ്പോൾ തന്നെ മറ്റൊരാൾ രാജഭരണത്തിൻ്റെ അധികാരം അവകാശപ്പെട്ടുകൊണ്ട് വരുമ്പോൾ ഇവർ തമ്മിൽ യുദ്ധത്തിന് സാഹചര്യം ഒരുങ്ങുകയുമാണ്. ഈ സമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ രണ്ടുപേരും, ദെമിത്രിയൂസും അലക്സാണ്ടറും, ഈ രണ്ട് രാജാക്കന്മാരും അക്കാലത്ത് പ്രമാണികളായിരുന്ന ആളുകളെ തങ്ങളുടെ കൂടെ ചേർത്ത് നിർത്തുന്നതിനായി ഉള്ള ചില ശ്രമങ്ങൾ നടത്തുകയാണ്. ഇത്തരത്തിൽ ദെമിത്രിയൂസ് രാജാവ് ജോനാഥാനെയും മക്കബായരെയും കൂടെ നിർത്തുന്നതിനായി ഉടൻ തന്നെ ചില വാഗ്ദാനങ്ങൾ നൽകുന്നു. അതുമായി ബന്ധപ്പെട്ട ചില നടപടികളും ഉണ്ടാകുന്നു. നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. 10-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിപ്പോൾ വായിക്കാനായിട്ട് പോകുന്നത്. ദെമിത്രിയൂസ് ജോനാഥാനെ പ്രശംസിച്ചുകൊണ്ട് സൗഹൃദപൂർവമായ ഒരു കത്തയച്ചു. അവൻ ഇങ്ങനെ വിചാരിച്ചു: ജോനാഥാൻ നമുക്കെതിരെ അലക്സാണ്ടറുമായി സഖ്യത്തിലേർപ്പെടുന്നതിന് മുൻപേ നമുക്ക് ആദ്യം അവനുമായി സഖ്യം ചെയ്യാം. അവനോടും അവൻ്റെ സഹോദരന്മാരോടും രാജ്യത്തോടും നമ്മൾ ചെയ്ത ദ്രോഹങ്ങളെല്ലാം അവൻ ഓർക്കുന്നുണ്ടാകും. സൈന്യശേഖരം നടത്താനും അവരെ ആയുധ സജ്ജരാക്കാനും തൻ്റെ സഖ്യകക്ഷിയാക്കാനും ദെമിത്രിയൂസ് ജോനാഥാന് അധികാരം നൽകി. കോട്ടയ്ക്കുള്ളിൽ ജാമ്യത്തിൽ കഴിഞ്ഞിരുന്നവരെ വിട്ടുകൊടുക്കാൻ ദെമിത്രിയൂസ് ആജ്ഞാപിച്ചു. ജോനാഥാൻ ജെറുസലേമിലെത്തി. സകല ജനങ്ങളും കോട്ടയിലെ ആളുകളും കേൾക്കെ ദെമിത്രിയൂസിൻ്റെ കത്ത് വായിച്ചു. സൈന്യശേഖരം നടത്താൻ രാജാവ് അവന് അധികാരം നൽകിയെന്ന് കേട്ടപ്പോൾ അവർ അത്യധികം ഭയപ്പെട്ടു. എങ്കിലും കോട്ടയിലുണ്ടായിരുന്നവർ ജാമ്യക്കാരെ ജോനാഥന് വിട്ടുകൊടുത്തു. അവൻ അവരെ അവരുടെ മാതാപിതാക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ജോനാഥാൻ ജെറുസലേമിൽ താമസിച്ചുകൊണ്ട് നഗരത്തിൻ്റെ പണിയും പുനരുദ്ധാരണവും ആരംഭിച്ചു. മതിലുകൾ പണിയാനും സിയോൻ മലയ്ക്ക് ചുറ്റും
ചതുരക്കല്ലുകൾ കൊണ്ട് കോട്ട കെട്ടി അതിനെ കൂടുതൽ ബലവത്താക്കാനും അവൻ ജോലിക്കാർക്ക് നിർദ്ദേശം നൽകി. അവർ അങ്ങനെ ചെയ്തു. ബെക്കിദസ് നിർമ്മിച്ച കോട്ടകളിൽ ഉണ്ടായിരുന്ന വിദേശീയർ പലായനം ചെയ്തു. ഓരോരുത്തരും താന്താങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങി. ബത്സൂറിൽ മാത്രം കുറേ പേർ തങ്ങി. നിയമവും പ്രമാണങ്ങളും പരിത്യജിച്ചവരായിരുന്നു അവർ. അവിടം അവർക്ക് അഭയസങ്കേതമായി തീർന്നു. പുതിയ രാഷ്ട്രീയ പശ്ചാത്തലം പുതിയ നയതന്ത്രങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ദെമിത്രിയൂസ് എന്ന സെലൂക്യ രാജാവ് മക്കബായരുടെ നേതാവായ ജോനാഥാന് ഒരു കത്തയക്കുകയാണ്. ദെമിത്രിയൂസ് ജോനാഥാനെ പ്രശംസിച്ചുകൊണ്ട് സൗഹൃദപൂർവമായ ഒരു കത്തയച്ചു എന്നാണ് പറയുന്നത്. അവൻ ഇങ്ങനെ വിചാരിച്ചു, ജോനാഥാൻ നമുക്കെതിരെ അലക്സാണ്ടറുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നതിന് മുൻപേ നമുക്ക് ആദ്യം അവനുമായി സഖ്യം ചെയ്യാം. അതായത് അലക്സാണ്ടർ എപ്പിഫാനസ് എന്ന രാജാവിൻ്റെ ഒരു വെല്ലുവിളി മുൻപിൽ നിൽക്കുന്നത് കൊണ്ടാണ് ദെമിത്രിയൂസ് രാജാവ് ഇത്തരമൊരു നയതന്ത്ര നീക്കത്തിന് മുതിരുന്നത്. അല്ലാതെ ദെമിത്രിയൂസ് രാജാവിന് മക്കബായരോടോ ജോനാഥാനോടോ പ്രത്യേകിച്ച് ഒരു മമതയോ സ്നേഹമോ കരുണയോ തോന്നിയത് കൊണ്ടല്ല, പുതുതായി രൂപപ്പെട്ടു വന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വീകരിച്ച ഒരു നയതന്ത്രപരമായ നീക്കമായിരുന്നു ഇത്. അതുകൊണ്ട് പഴയ ശത്രുതയെല്ലാം മറന്ന് രാഷ്ട്രീയ സഹകരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു കത്ത്, ഒരു രാജശാസനം അയക്കപ്പെടുകയാണ്. ഈ കത്ത് മുഖേന പ്രധാനമായും 2 ആനുകൂല്യങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഒന്ന്, സൈന്യശേഖരം നടത്താനും അവരെ ആയുധസജ്ജരാക്കാനും തൻ്റെ സഖ്യകക്ഷിയാക്കാനും ദെമിത്രിയൂസ് ജോനാഥാന് അധികാരം നൽകി. കോട്ടയ്ക്കുള്ളിൽ ജാമ്യത്തിൽ കഴിഞ്ഞിരുന്നവരെ വിട്ടുകൊടുക്കാൻ ദെമിത്രിയൂസ് ആജ്ഞാപിച്ചു. അതായത് ഒന്നാമതായി ജോനാഥാന് സ്വന്തമായ ഒരു സൈന്യത്തെ ഉണ്ടാക്കാം, സൈന്യത്തെ ശേഖരിക്കാം. അതിന് രാജാവിൻ്റെ അനുമതി ലഭിച്ചിരിക്കുകയാണ്. രണ്ടാമതായി, ബെക്കിദസിൻ്റെ കാലത്ത് യഹൂദരുടെ കുറേ പുത്രന്മാരെ, പ്രമാണികളുടെ പുത്രന്മാരെ ബന്ദികളാക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് പേരെ ബെക്കിദസിൻ്റെ കാലത്ത് തന്നെ വിട്ടുകൊടുത്തു. പക്ഷെ ഇപ്പോഴും ജെറുസലേം കോട്ടയിൽ കുറേ അധികം ബന്ദികളുണ്ട്. ആ ബന്ദികളെ ഉടൻ തന്നെ മോചിതരാക്കാം എന്ന വാഗ്ദാനവുമാണ് നൽകുന്നത്. ഏതായാലും ദെമിത്രിയൂസ് രാജാവിൻ്റെ ഈ കത്ത് ജോനാഥാന് കിട്ടുന്നു. ഉടൻ തന്നെ വളരെ തന്ത്രപൂർവമായ ഒരു നിലപാട് ജോനാഥാൻ ഈ കത്തിനോട്, ഈ രാജകീയ എഴുത്തിനോട് കാണിക്കുകയാണ്. അതായത് ഈ കത്തിനെ അങ്ങേയറ്റം പ്രയോജനപ്പെടുത്താൻ ജോനാഥാൻ ശ്രമിക്കുന്നു. ഒന്നാമതായി, ഈ കത്ത് സ്വീകരിച്ച് അത് കൈപ്പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ വാഗ്ദാനങ്ങളെല്ലാം സ്വീകരിച്ച് ദെമിത്രിയൂസ് രാജാവിനോടുള്ള തൻ്റെ വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മറുപടി കത്തെഴുതാനൊന്നും ജോനാഥാൻ പോയില്ല. അതിനർത്ഥം ജോനാഥാൻ ഇപ്പോഴും തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ രാജാവിൻ്റെ ഈ കത്തിലെ വാഗ്ദാനങ്ങളെല്ലാം തനിക്ക് ലഭിച്ച അവകാശങ്ങളായി വ്യാഖ്യാനിച്ച് അവ ഉടൻ തന്നെ ജോനാഥാൻ നടപ്പിൽ വരുത്തുകയാണ്. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, ജോനാഥാൻ ജെറുസലേമിലെത്തി സകല ജനങ്ങളും കോട്ടയിലെ ആളുകളും കേൾക്കെ ദെമിത്രിയൂസ് രാജാവിൻ്റെ കത്ത് വായിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ജെറുസലേം കോട്ടയിൽ ഇപ്പോഴുള്ളവരെല്ലാം സെലൂക്യ രാജാവിൻ്റെ ആളുകളാണ്, സൈനികരാണ്, പടയാളികളാണ്, സഖ്യകക്ഷികളായ ആൾക്കാരാണ്. അവരുടെ എല്ലാം കേൾക്കെ രാജാവിൻ്റെ കത്ത് വായിച്ച് കേൾപ്പിക്കുകയാണ്. അപ്പോൾ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ജോനാഥാൻ
സുഹൃത്താണ്. ജോനാഥാന് സ്വന്തമായ ഒരു സൈന്യ ശേഖരം നടത്താനുള്ള അനുമതി രാജാവ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സൈന്യശേഖരം നടത്താനുള്ള അനുമതി രാജാവ് അധികാരം അവന് നൽകി എന്ന് കേട്ടപ്പോൾ ഈ കോട്ടയിലുണ്ടായിരുന്ന ആൾക്കാർ അത്യധികം ഭയപ്പെടുന്നു. കാരണം അവർക്കറിയാം ഈ സൈന്യം തങ്ങളെ ആക്രമിച്ചിരിക്കും. അങ്ങനെ ഈ ആളുകൾ, വിജാതീയരായ ആളുകളും സ്വജാതീയരായ അധർമ്മികളും ഭയപ്പെടുന്നു. രണ്ടാമത്, ഈ കോട്ടയിൽ ബന്ദികളാക്കിയിരുന്ന യഹൂദരെ എത്രയും പെട്ടെന്ന് തന്നെ വിട്ടുകൊടുക്കാനുള്ള തീരുമാനവും എടുക്കുകയാണ്. കാരണം അത് രാജാവിൻ്റെ കത്തിലുള്ള കാര്യമാണ്, വാഗ്ദാനമാണ്. അങ്ങനെ സെലൂക്യരുടെ കോട്ടയിൽ തടവിലായിരുന്ന യഹൂദർ മോചിക്കപ്പെടുകയും ജോനാഥാൻ രാജാവിൻ്റെ അനുമതിയോടെ സൈന്യത്തെ ശേഖരിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇക്കാര്യം അറിഞ്ഞതോടെ അവിടെയുണ്ടായിരുന്ന നിയമനിഷേധകർ, അതായത് ദൈവിക നിയമങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തെ നിഷേധിച്ചിരുന്ന ആളുകൾ, യഹൂദരായ അധർമ്മികൾ, അവർ ഭയചകിതരാകുന്നു. അവർ എത്രയും പെട്ടെന്ന് ജീവനും കൊണ്ട് യൂദാദേശത്തു നിന്നും പലായനം ചെയ്യുകയുമാണ്. ചുരുക്കത്തിൽ നയതന്ത്രജ്ഞനായ ജോനാഥാൻ ദെമിത്രിയൂസ് രാജാവുമായി രാഷ്ട്രീയ സഖ്യത്തിൽ ഒന്നും ഏർപ്പെടാതെ തന്നെ ചില അവകാശാധികാരങ്ങൾ സ്ഥാപിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഈ വിവരമൊക്കെ അലക്സാണ്ടർ രാജാവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദെമിത്രിയൂസ് രാജാവ് ജോനാഥാന് കത്തയച്ച വിവരം ഇപ്പോൾ അലക്സാണ്ടറിന് അറിയാം. പക്ഷേ ജോനാഥാൻ തിരിച്ചൊരു മറുപടി കത്ത് അയച്ചിട്ടില്ല, തൻ്റെ വിധേയത്വം ദെമിത്രിയോസിനെ അറിയിച്ചിട്ടില്ല എന്നും അലക്സാണ്ടറിന് അറിയാം. അതുകൊണ്ട് അലക്സാണ്ടർ രാജാവ് തൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് വാഗ്ദാനങ്ങൾ, കുറച്ച് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റൊരു കത്ത് ജോനാഥാൻ അയക്കുകയാണ്. അത് 10-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് കാണാം. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിക്കാം. അപ്പോൾ മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 10-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വചനങ്ങളാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. ദെമിത്രിയൂസ് ജോനാഥാന് നൽകിയ വാഗ്ദാനങ്ങളെക്കുറിച്ച് അലക്സാണ്ടർ രാജാവ് കേട്ടു. ജോനാഥാനും സഹോദരന്മാരും കൂടി നടത്തിയ യുദ്ധങ്ങളെയും ചെയ്ത ധീരകൃത്യങ്ങളെയും സഹിച്ച കഷ്ടപ്പാടുകളെയും കുറിച്ച് അവൻ ജനങ്ങളിൽ നിന്ന് അറിഞ്ഞു. അവൻ പറഞ്ഞു, ഇവനെപ്പോലെ മറ്റൊരുവനെ കണ്ടുകിട്ടുമോ? നമുക്ക് അവനെ മിത്രമാക്കി അവനുമായി സഖ്യം ചെയ്യാം. അവൻ ജോനാഥാൻ ഇപ്രകാരം ഒരു കത്തെഴുതി: സഹോദരൻ ജോനാഥാന് അലക്സാണ്ടർ രാജാവിൽ നിന്ന് അഭിവാദനങ്ങൾ. നീ ശക്തനായ പോരാളിയും സ്നേഹിതനാകാൻ യോഗ്യനുമാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. അതിനാൽ നിന്റെ ജനത്തിൻ്റെ പ്രധാന പുരോഹിതനായി ഇന്ന് നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. നീ രാജാവിൻ്റെ സുഹൃത്തായി അറിയപ്പെടണം. നീ എൻ്റെ പക്ഷത്ത് നിലകൊള്ളുകയും എന്നോട് മൈത്രി പുലർത്തുകയും വേണം. രാജാവ് അവന് ഒരു ചമന്ന മേലങ്കിയും സ്വർണ്ണ കിരീടവും അയച്ചു കൊടുത്തു. 160-ാം ആണ്ട് 7-ാം മാസം കൂടാരത്തിരുനാളിൽ ജോനാഥാൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവൻ സൈന്യശേഖരണം നടത്തി വൻതോതിൽ ആയുധവും സജ്ജീകരിച്ചു. ദെമിത്രിയൂസ് രാജാവ് ജോനാഥാന് നൽകിയ വാഗ്ദാനങ്ങളെക്കുറിച്ച് അറിയുന്ന അലക്സാണ്ടർ രാജാവ് ജോനാഥാനുമായി ഒരു രാഷ്ട്രീയ സഖ്യം സ്ഥാപിക്കാൻ ശ്രമിച്ച വിവരമാണ് നമ്മളിപ്പോൾ വായിച്ചത്. കാരണം ജോനാഥാനെ ഈ സമയം പിണക്കുന്നത് തൻ്റെ അസ്തിത്വത്തെ തന്നെ അപകടത്തിലാക്കും എന്ന് അലക്സാണ്ടർ രാജാവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ധാരാളം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് അലക്സാണ്ടർ രാജാവും ഉടനെ തന്നെ
ഒരു രാജകീയ എഴുത്ത് തയ്യാറാക്കി ജോനാഥാന് അയക്കുകയാണ്. ഈ കത്ത് മുഖേന അലക്സാണ്ടർ രാജാവ് ജോനാഥാന് നൽകുന്ന വാഗ്ദാനങ്ങൾ പ്രധാനമായിട്ടും 3 എണ്ണമാണ്. ഒന്നാമത്, ജോനാഥാനെ ഒരു സഹോദരനായി പരിഗണിക്കാം എന്നാണ് രാജാവ് പറയുന്നത്. ജോനാഥാനെ ഒരു സഹോദരനായി പരിഗണിക്കാം. രണ്ടാമതായി, ജോനാഥാനെ യഹൂദരുടെ പ്രധാന പുരോഹിതനായി രാജാവ് നിയമിക്കുന്നു. മൂന്നാമതായി, ജോനാഥാന് അധികാരം നൽകിക്കൊണ്ട് ചമന്ന മേലങ്കിയും സ്വർണ്ണ കിരീടവും നൽകുന്നു. ഇത് ജോനാഥാനെ ആദരിക്കുന്നതിനും അധികാരം നൽകുന്നതിനുമുള്ള തെളിവാണ്. അപ്പോൾ ജോനാഥാനെ സഹോദരനായി പരിഗണിക്കാമെന്ന് ഒരു സെലൂക്യ രാജാവാണ് പറയുന്നത്. സഹോദരൻ ജോനാഥന് അലക്സാണ്ടർ രാജാവിൽ നിന്ന് അഭിവാദനങ്ങൾ. നീ ശക്തനായ പോരാളിയും സ്നേഹിതനാകാൻ യോഗ്യനുമാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് ആരംഭിക്കുന്നത് തന്നെ. രണ്ടാമത് പറയുകയാണ്, നിന്നെ ഞാനിതാ യഹൂദ ജനത്തിൻ്റെ പ്രധാന പുരോഹിതനായി നിയമിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഇതിനു മുമ്പ് ദെമിത്രിയൂസ് രാജാവിൻ്റെ കാലത്ത് ഒരു പ്രധാന പുരോഹിതനായി നിയമിക്കപ്പെട്ട അൽക്കിമൂസ് എന്ന വ്യക്തി വഴി യഹൂദ ജനത്തിന് മക്കബായർക്കുണ്ടായ കഷ്ടനഷ്ടങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചു കേട്ടതാണ്. ഇപ്പോഴിതാ അലക്സാണ്ടർ രാജാവ് ജോനാഥാനോട് പറയുകയാണ്, നിൻ്റെ ജനത്തിൻ്റെ പ്രധാന പുരോഹിതനായി ഇന്ന് നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയ അധികാരം ജോനാഥാൻ്റെ മതപരമായ അധികാരത്തെ കൂടെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുകയാണ്. ഏറ്റവും അവസാനം ജോനാഥാന് ആദരവിൻ്റെ പ്രതീകമായി ചമന്ന മേലങ്കിയും സ്വർണ്ണ കിരീടവും നൽകുന്നു. നീ രാജാവിൻ്റെ സുഹൃത്തായി അറിയപ്പെടണം. നീ എൻ്റെ പക്ഷത്ത് നിലകൊള്ളുകയും എന്നോട് മൈത്രി പുലർത്തുകയും ചെയ്യണമെന്ന് പറഞ്ഞ് രാജാവ് അവന് ഒരു ചമന്ന മേലങ്കിയും സ്വർണ്ണ കിരീടവും അയച്ചു കൊടുത്തു. തന്ത്രശാലിയായ ജോനാഥാൻ ഈ കത്തും പ്രയോജനപ്പെടുത്തുകയാണ്. അതായത്, കൂടാരത്തിരുന്നാൾ ദിവസം തന്നെ രാജാവ് ഇപ്പോൾ നൽകിയ പ്രധാന പുരോഹിത സ്ഥാനം ജോനാഥാൻ ഏറ്റെടുക്കുന്നു. പക്ഷേ അലക്സാണ്ടർ രാജാവിനും ജോനാഥാൻ പ്രത്യേകിച്ച് മറുപടി കത്ത് ഒന്നും അയക്കുന്നില്ല. അത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. മറുപടി കത്ത് അലക്സാണ്ടർ രാജാവിനും അയക്കുന്നില്ല, ദെമിത്രിയൂസ് രാജാവിന് അയച്ചിട്ടുമില്ല. അതായത്, മറുപടി നൽകാനുള്ള കാലവിളംബത്തിലൂടെ കൂടുതൽ കൂടുതൽ വിലപേശൽ നടത്താനുള്ള ഒരു ശ്രമം ജോനാഥാൻ നടത്തുകയാണ്. ജോനാഥാൻ പ്രധാന പുരോഹിതനായി എന്ന് സൂചിപ്പിച്ചല്ലോ. ഒരു വാക്ക് ഈ പ്രധാന പുരോഹിതനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ഇക്കാലത്ത് സെലൂക്യരുടെ കീഴിൽ മക്കബായരുടെ ഈ കാലത്ത് പ്രധാന പുരോഹിത സ്ഥാനം എന്നത് യഹൂദരുടെ ഇടയിൽ സ്വാധീനം ഉറപ്പിക്കാൻ പരമപ്രധാനമായ ഒന്നായിരുന്നു. യവന കാലഘട്ടത്തിൽ, ഗ്രീക്കുകാരുടെ കാലഘട്ടത്തിൽ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന വിഭാഗമായിട്ടാണ് പുരോഹിതന്മാർ പരിഗണിക്കപ്പെട്ടിരുന്നത്. പ്രധാന പുരോഹിതനാകട്ടെ ഇവരുടെയെല്ലാം, ഈ പുരോഹിതന്മാരുടെയെല്ലാം ഔദ്യോഗിക വക്താവായിട്ടും പരിഗണിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഹസ്മോണിയൻ രാജാക്കന്മാരുടെ കാലത്ത് പുരോഹിത ആധിപത്യം അതിൻ്റെ പാരമ്യതയിലെത്തി. പുരോഹിത പ്രാമാണ്യം അതിൻ്റെ മൂർധന്യതയിൽ എത്തിയ കാലത്ത് പ്രധാന പുരോഹിതനാകാൻ ജോനാഥാന് അവസരം വരികയാണ്. അങ്ങനെ ഇപ്പോൾ ഒരേ സമയം പ്രധാന പുരോഹിതൻ എന്ന സ്ഥാനവും മക്കബായരുടെ നേതാവ് എന്ന ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ, ഒരു രാഷ്ട്രീയ സ്ഥാനവും ജോനാഥാന് കൈവരുന്നു.
അങ്ങനെ ഒരേ സമയം രാഷ്ട്രീയ അധികാരവും മതാധികാരവും ഒരേ വ്യക്തിയിൽ നിക്ഷിപ്തമാകുന്ന ഒരു ഘട്ടമാണ് മക്കബായ വിപ്ലവത്തിൻ്റെ ഈ ഘട്ടത്തിൽ ജോനാഥാൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെ നമ്മൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും അലക്സാണ്ടർ രാജാവ് ജോനാഥാന് നൽകിയ ഈ വാഗ്ദാനങ്ങൾ അത് ദെമിത്രിയൂസ് രാജാവ് അറിയുന്നുണ്ട്. അതിനോട് ദെമിത്രിയൂസ് രാജാവ് എപ്രകാരമാണ് പ്രതികരിച്ചത് എന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം.